സാംസങ്ങിൻ്റെ സാംസങ് M36 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 17,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M36 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് M36 5Gയിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ പഞ്ചോൾ ഡിസൈൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിവിടെ മിസ്സിംഗ് ആണ്. അത് മാത്രമല്ല M35 5G എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ആ ഒരു M35 5Gയിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഡൗൺഗ്രേഡ് അവർ വരുത്തിയിട്ടുണ്ട്. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല ഈ ഒരു M35 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം നമുക്ക് 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. മറ്റേ M35 5Gയിലും ഇതുപോലുള്ള ഒരു നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. സംഭവം സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെ ഇതിലുണ്ട്, പക്ഷേ പഞ്ചോൾ ഡിസൈൻ മിസ്സിംഗ് ആണ്. M35 5Gയിൽ ഉള്ള അത് ഇവിടെ ഒരു ഡൗൺഗ്രേഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.7 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഓറഞ്ച് ഹേസ്, അതുപോലെ തന്നെ വെൽവെറ്റ് ബ്ലാക്ക്, സെറീൻ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 1380 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഇപ്പം M35 5G എന്ന ഫോണിലും ഇതേ സെയിം പ്രോസസ്സർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ അപ്ഗ്രേഡ്സ് ഒന്നും വരുത്തിയിട്ടില്ല. ആ ഒരു ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണാണെങ്കിൽ 17,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ളൊരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോൺ വെട്ടനീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. സിംഗിൾ സ്പീക്കറേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ മിസ്സിംഗ് ആണ്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. അപ്പോൾ സിംഗിൾ സ്പീക്കർ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്നും പറയേണ്ടി വരും. പിന്നെ 3.5 മോഡി ജാക്ക് വരുന്നില്ല. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 6 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 8 MP f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സാംസങ് M35 5Gയിലും ഏകദേശം ഇതുപോലുള്ള ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇപ്പം M35 5G എന്ന ഫോണിൽ 6000 mAhൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ഡൗൺഗ്രേഡ് അവർ വരുത്തിയിട്ടുണ്ട്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് മാത്രമാണ് ഇതിൽ വരുന്നത്. M35 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺഗ്രേഡും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 17,499 രൂപയാണ്. 8GB റാം 128GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്.
പിന്നെ 8 GB റാം 256 GB ഇൻ്റർണൽ വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് ഓഫേഴ്സാണ്. 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 12 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം M35 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അവർ പല ഡൗൺ ഗ്രേഡ്സും ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പഞ്ചോൾ ഡിസൈനിലൊക്കെ ഡൗൺ ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ സിംഗിൾ സ്പീക്കറൊക്കെ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ M35 5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഫോണിൽ നമുക്ക് പഞ്ചോൾ ഡിസൈൻ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോണാണെങ്കിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് M35 5G എന്ന സ്മാർട്ട് ഫോൺ അവിടെ കിടക്കുമ്പം ആ ഒരു ഫോണിൻ്റെ സക്സസ്ഫുൾ വരുന്ന ഒരു ഫോണിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലാതെ ഡൗൺ ഗ്രേഡ് അല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.